ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ എന്തുകൊണ്ട് പഠിക്കണം എന്നുള്ളതിൻ്റെ കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ടിരിക്കുക, സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഇതുപോലെ ധാരാളം വീഡിയോസിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ സിലബസ് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് നമ്മൾ എന്തുകൊണ്ട് പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് NCERTയുടെ സിലബസ് ആണ്. നിങ്ങളിൽ ചിലപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുത്തവരുണ്ടായിരിക്കാം, കൊമേഴ്സ് എടുത്തവരുണ്ടായിരിക്കാം, സയൻസ് എടുത്തവരുണ്ടായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്ന ഒരു മേഖലയിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഇപ്പോഴത്തെ സിലബസ് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഭാവിയിലേക്ക്, നമ്മൾ എഴുതാൻ പോകുന്ന ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണെങ്കിലും, നീറ്റ് പോലെയുള്ള, JEE പോലെയുള്ള, അതല്ല വേറെ ഏത് മേഖലയിലേക്ക് പോവുകയാണെങ്കിലും, ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന NCERTയുടെ സിലബസ് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിരിക്കണം, പ്രത്യേകിച്ച് ക്രിസ്മസ് എക്സാമിന്. എന്തുകൊണ്ട് ക്രിസ്മസ് എക്സാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്ക് നമ്മുടെ ആനുവൽ എക്സാമിനുള്ള മാർക്കിലൊന്നും കൂട്ടില്ലെങ്കിലും നമുക്ക് ആക്ച്വലി C മാർക്ക് ഇടുന്നത് നമ്മുടെ ടീച്ചേഴ്സ് തന്നെയാണ്. ആ ടീച്ചേഴ്സ് നമ്മുടെ നല്ല രീതിയിൽ അറ്റൻഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൊജക്റ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ ക്രിസ്മസ് എക്സാമിന് സ്കോർ ചെയ്താൽ മാത്രമേ നമ്മുടെ ടീച്ചേഴ്സിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് C മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആനുവൽ എക്സാമിൽ കൂട്ടുന്ന ഒരു സംഭവം കൂടി തന്നെയാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ക്രിസ്മസ് എക്സാമിന് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല, ഇനി വരുന്ന ആനുവൽ എക്സാമിനും നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്മസ് എക്സാമിൻ്റെ സിലബസിലുള്ള ചാപ്റ്റേഴ്സ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇറ്റ്സ് എ പ്രാക്ടീസ്. ഇതൊരു നല്ലൊരു പ്രാക്ടീസ് സെഷനായി കണ്ടുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പിന്നീട് ഒരു റിപ്പീറ്റേഷൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു റിവൈസ് ചെയ്യുന്ന സമയത്ത് വളരെ ലാഘവത്തോടെ നിങ്ങൾക്കത് നേരിടാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടി തന്നെയാണ് സൈലം നിങ്ങളുടെ മുന്നിലേക്ക് അഗ്നി 3.0 എന്നുള്ള ബാച്ച് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെയൊക്കെ ലൈവ് ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, അല്ലെങ്കിൽ അത് എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ അഗ്നി ബാച്ചിൽ. ഇനി വരുന്ന ക്ലാസ്സുകളുടെ ഒക്കെ ആ ഒരു ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. ഈ ഒരു അഗ്നി ബാച്ചിൻ്റെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാ ലേൺ, അതുപോലെ തന്നെ മൈൻഡ് മാപ്പാണ്. ഓരോ ചാപ്റ്ററിനെയും വളരെ ചുരുക്ക രൂപത്തിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനുള്ള, അതിൻ്റെ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് മാത്രമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതാണ് ഇൻസ്റ്റാ ലേണും അതുപോലെ തന്നെ മൈൻഡ് മാപ്പും. ഇതുപോലെയുള്ള ധാരാളം ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ഈ ഒരു അഗ്നി 3.0യിൽ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മളിത് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനിയും സമയം വൈകിക്കൂടാ. ഓൾറെഡി നമ്മുടെ ക്രിസ്മസ് എക്സാമിനുള്ള ആ ഒരു പോർഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് നമ്മുടെ അഗ്നി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നല്ല രീതിയിൽ ഇനി വരുന്ന ക്രിസ്മസ് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യുക. ഹാപ്പി ലേണിംഗ്.